കുറച്ച് കുട്ടികളെ കുറവ് കാണുന്നുണ്ടല്ലോ ക്ലാസ്സില്. ഇന്റർവെല് കഴിഞ്ഞിട്ട് കേറാനായില്ല. 12:10 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവര് വരുവാ ജോയിൻ ചെയ്യുവാ മീറ്റിന്റെ അകത്തേക്ക്. നേരത്തെ ക്ലാസ്സിൽ ഉണ്ടായിനോ എല്ലാരും? ഒന്ന് റെസ്പോണ്ട് ചെയ്തട്ടെ നിങ്ങള്. ഓക്കെ അല്ലേ, അപ്പൊ അവര് വരും. ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് വന്നിട്ടില്ലെങ്കിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതുവരെ നിങ്ങൾ ആ സ്ക്രീൻ ഷെയർ ചെയ്ത് ഒന്ന് നോക്കിയാട്ടെ, ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. അപ്പൊ നമുക്ക് എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി വരുന്നവര് അപ്പൊ തന്നെ ജോയിൻ ചെയ്യട്ടെ. അന്നേരം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാട്ടെ, ഷെയർ ചെയ്ത് സ്ക്രീനിന്റെ അകത്ത് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാ. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? സോൾവ് the equation dou u by dou t equal to dou square u divided by dou x square with boundary conditions u of x0 equal to summation n is equal to 1 to infinity 3 sin n pi x, പിന്നെ u of 0t equal to 0 and u of 1t equal to 0 where 0 less than x less than 1 and t greater than 0. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ഈ ഒരു ബൗണ്ട് തന്ന നമ്മളെല്ലാ ക്വസ്റ്റ്യൻ്റെ അകത്തും എന്താ ചെയ്തിട്ടുണ്ടായത്? നമുക്ക് എന്താ പറയാ, ഒരു ഹീറ്റ് ഇക്വേഷൻ ആണ് ഇപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിട്ടുള്ളത്. ഇക്വേഷൻ എന്ന് പറയുന്നത് ഹീറ്റ് ഇക്വേഷൻ ആണ്. നോക്കിയാട്ടെ, ഡോ സ്ക്വയർ സോറി ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു ഡോ സ്ക്വയർ യു ഡിവൈഡ് ബൈ ഡോ എക്സ് സ്ക്വയർ. ഇവിടെ സി സ്ക്വയർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങ് പോയിട്ടാണ് ഉള്ളത്. എന്നാൽ ഇത് എന്ന് പറയുന്നത് ഒരു ഹീറ്റ് ഇക്വേഷന്റെ ഫോമാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായത്? നമ്മൾ ആദ്യം നമുക്ക് അറിയാവുന്ന അതിന്റെ ജനറൽ സൊല്യൂഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ വേവ് ഇക്വേഷൻ ഒന്ന് ഓർമ്മിച്ച് നോക്കിയാൽ മതി. വേവ് ഇക്വേഷന്റെ പ്രോബ്ലം നമ്മൾ ചെയ്തത് ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കും. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേവ് ഇക്വേഷനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷനും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എഴുതി വെക്കും. അതിനുശേഷം അവിടെ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് കണ്ടുപിടിക്കേണ്ടി വന്നതിന് രണ്ട് ബൗണ്ടറി കണ്ടീഷനും രണ്ട് ഇനീഷ്യൽ കണ്ടീഷനും നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ ആ ഇനീഷ്യൽ കണ്ടീഷനും ബൗണ്ടറി കണ്ടീഷനും നമുക്ക് അറിയാവുന്ന നമ്മളെ ജനറൽ സൊല്യൂഷൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ട് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ട് ആൻസർ കണ്ടത്. ഇവിടെ നോക്കിയാട്ടെ, നിങ്ങൾ ഈ ക്വസ്റ്റിൻ്റെ അകത്ത് നമ്മളോട് എന്താ പറയുന്നത്? ഈ ഒരു ഹീറ്റ് ഇക്വേഷൻ സോൾവ് ചെയ്യാനാ പറയുന്നത്. ഹീറ്റ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. പിന്നെയോ
ബൗണ്ടറി കണ്ടീഷൻസ് ആയിട്ട് യു ഓഫ് എക്സ് സീറോയും യു ഓഫ് സീറോ ടിയും യു ഓഫ് വൺ ടിയും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് എന്താ അതിന്റെ ബൗണ്ടറി കണ്ടീഷൻസ് വേറെ തന്നെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എന്തേ ചെയ്യണ്ടു, നമുക്ക് ആദ്യം നമുക്കറിയാവുന്ന ഹീറ്റ് ഇക്വേഷന്റെ ഇക്വേഷൻ ആഡ് എഴുതി വെക്കുക. അതിനുശേഷം നമ്മള് അതിന്റെ സൊല്യൂഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ എഴുതുക. പിന്നെ തന്ന ബൗണ്ടറി കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. ഇത്രേ ചെയ്യണ്ടു. ഇപ്പൊ നോക്കിയാട്ടെ നിങ്ങള്, ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഒന്ന് കമന്റ് ചെയ്താട്ടെ. പറഞ്ഞ വ്യത്യാസം മനസ്സിലായിട്ടില്ലേ? ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ബൗണ്ടറി കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എന്താ, നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ വേറെ തന്നെ കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ ഒരു ക്വസ്റ്റിൻ്റെ അകത്ത്. മറിച്ചൊരു വേവ് ഇക്വേഷൻ്റെ അകത്ത് എന്താ, നമുക്ക് ആ ബൗണ്ടറി കണ്ടീഷനും ഇനീഷ്യൽ കണ്ടീഷനും ഓൾറെഡി കണ്ടുപിടിക്കണം. അല്ലാണ്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ലായിരുന്നു. ക്ലിയർ അല്ലേ എല്ലാവർക്കും ക്വസ്റ്റ്യൻ? ഒന്ന് കമന്റ് ചെയ്താട്ടെ നിങ്ങൾ. എല്ലാരും ഒന്ന് കമന്റ് ചെയ്താട്ടെ, ബോയ്സ് ഗേൾസ്. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് സൊല്യൂഷൻ്റെ അകത്തേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ, സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഞാനിതാ തുടങ്ങിയിട്ടുണ്ട്. ദ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു ഡോ സ്ക്വയർ യു ഡിവൈഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ആ നമുക്കറിയാം. അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് യു ഓഫ് എക്സ് ടി ഈക്വൽ ടു സി വൺ കോസ് പി എക്സ് പ്ലസ് സി ടു സൈൻ പി എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് പി സ്ക്വയർ ടി ആണ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളോട് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളിതാ ഈ ക്വസ്റ്റിൻ്റെ അകത്ത് ഈ ഇനീഷ്യൽ കണ്ടീഷനും ബൗണ്ടറി കണ്ടീഷനും നമ്മളിതാ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്താ ചൂസ് ചെയ്തത് നോക്കിയാട്ടെ. വെൻ എക്സ് ഇസ് ഈക്വൽ ടു സീറോ, എക്സ് സീറോ ആകുമ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻ ബൗണ്ടറി കണ്ടീഷൻ ഏതാ ഇതില് നോക്കിയാട്ടെ. ഇതാ ക്വസ്റ്റിൻ്റെ അകത്ത് യു ഓഫ് സീറോ ടി ഈക്വൽ ടു സീറോ അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്കറിയാവുന്ന യു ഓഫ് എക്സ് ടി ആയ ഈ ഒരു ഇക്വേഷൻ വണ്ണിൻ്റെ അകത്ത് എക്സിന് പകരം നമ്മൾ സീറോ എന്ന് പറ്റാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ എക്സിന് പകരം സീറോ എന്ന് പറഞ്ഞിട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പം എനിക്ക് എന്തായി, ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് യു ഓഫ് സീറോ ടി ആയിട്ട് കിട്ടി. പിന്നെയോ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് നോക്കിയാട്ടെ നിങ്ങൾ, എക്സിനാണ് നമ്മൾ ഇക്വേഷൻ വണ്ണിൻ്റെ അകത്ത് എക്സുകൾക്കാണ് നമ്മൾ സീറോ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇതാ ഇവിടെയുള്ള ഈ എക്സിന് എന്താവും, സീറോ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇതാ ഇവിടെയുള്ള ഈ എക്സിനും സീറോ കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ നമ്മൾ സീറോ ഇൻസേർട്ട് ചെയ്ത ഇക്വേഷൻ ആണ് താഴെ എഴുതിയിട്ടേ നോക്കിയട്ടെ. സി വൺ ഇൻറ്റു കോസ് പി ഇൻറ്റു സീറോ, C1 കോസ് പി ഇൻറ്റു സീറോ പ്ലസ് C2 സൈൻ പി ഇൻറ്റു സീറോ. പിന്നെയോ ഇ റേസ് ടു പി ടി മൈനസ് പി ടി എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ടേമിന് അങ്ങനെ താഴെ എഴുതി കൊടുത്ത്. ഇനി നമുക്ക് എന്തറിയാം, കോസ് പി ഇൻറ്റു സീറോ എന്ന് പറയുന്നത് എന്താണ്, കോസ് സീറോ ആണ്. കോസ് സീറോ എന്ന് പറഞ്ഞ 1 ആണെന്നറിയാം. അതുപോലെ തന്നെയോ സൈൻ പി ഇൻറ്റു സീറോ എന്ന് പറയുന്നത് സീറോ ആയി പോകും. അപ്പം ഈ ഒരു ടോട്ടൽ ടേം എന്തായി പോകും, സീറോ ആയി പോകും. ബാക്കി എന്തേ വരൂ, നമുക്ക് ഈ വണ്ണിന്റെ കൂടെയുള്ള അതായത് കോസ് സീറോ 1 ആകുമ്പോൾ ആ വണ്ണിന്റെ കൂടെയുള്ള C1ഉം പിന്നെയോ ലാസ്റ്റ് ടേമായ ഇ റേസ് ടു മൈനസ് പി സ്ക്വയർ ടി യു ആണ് നമുക്ക് ബാക്കി വന്നത്. അതിനെ ഞാൻ C1 ഇ റേസ് ടു മൈനസ് പി സ്ക്വയർ ടി എന്ന് പറഞ്ഞിട്ട് ഈ സെലക്ട് ചെയ്ത ഭാഗത്ത് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ ആ ഒരു ബൗണ്ടറി കണ്ടീഷൻ പ്രകാരം യു ഓഫ് സീറോ ടി എന്ന് പറയുന്നത് എന്താ നോക്കിയാട്ടെ. ക്വസ്റ്റിൻ്റെ അകത്ത് യു ഓഫ് സീറോ ടി എന്ന് പറയുന്നത് സീറോ ആണ്. അപ്പൊ നമുക്കിപ്പം അതായത് ഇക്വേഷൻ വണ്ണിൻ്റെ അകത്ത് നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് കിട്ടിയ ഈ ഒരു ഇക്വേഷനാ നമ്മൾ എന്ത് ചെയ്തു, സീറോനോടാണ് ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഇവിടെ എഴുതിയത് C1 ഇ റേസ് ടു മൈനസ് പി സ്ക്വയർ ടി ഇസ് ഈക്വൽ ടു സീറോ. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കിട്ടും നോക്കിയാട്ടെ. ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ സീറോ ആവണ്ടെങ്കിൽ ഏതേ സീറോ ആവാൻ പറ്റും, C1 പറ്റും. കാരണം എന്താ, ഇ റേസ് ടു മൈനസ് പി സ്ക്വയർ ടി എന്ന് പറയുന്നത് ഒരിക്കലും സീറോ ആവില്ല. അതൊരിക്കലും സീറോ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ എന്താ പറയാ അതിന് കിട്ടൂല. നമ്മളിപ്പം അവിടുത്തെ ആ ടീക്കാ ഏതിനെങ്കിലും സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും അതെന്താവും, ഇ റേസ് ടു സീറോ എന്ന് പറഞ്ഞിട്ട് 1 ആയിപ്പോ. അതായത് അതൊരു നോൺ സീറോ ആയിട്ടുള്ള ടേം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ കൂടെയുള്ള ഈ ഒരു C1 മാത്രമേ അപ്പം സീറോ ആക്കാൻ സാധിക്കും. അതിനെ നമ്മൾ സീറോനോട് ഇക്വേറ്റ് ചെയ്ത്, അതായത് C1 എന്ന് പറയുന്നത് നമുക്ക് സീറോ ആയിട്ട് കിട്ടി. അതെന്താ നമുക്ക് ചെയ്യാം, ഈ C1 എന്ന് പറയുന്ന സീറോ എന്ന് കിട്ടി ഈ വാല്യൂ നമ്മൾ ഇക്വേഷൻ വണ്ണിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതാ ഈ ഫസ്റ്റത്തെ ടേമിൻ്റെ അകത്താണ് C1 വരുന്നത്. അവിടെ നമ്മൾ സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാന്ന്. അപ്പം C1ൻ്റെ അകത്ത് സീറോ കൊടുക്കുമ്പോൾ ഈ മൊത്തത്തിലെ ഫസ്റ്റത്തെ ടേം എന്തായി പോകും, കംപ്ലീറ്റ് സീറോ ആയി പോകും. അപ്പം ബാക്കി എന്തേ വരും, C2
സൈൻ പി എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് പി സ്ക്വയർ ടി ആ വരിക. അതാണ് ഞാനിവിടെ എന്താ എക്സ് ഇസ് ഈക്വൽ ടു സോറി യു ഓഫ് എക്സ് ടി ഈക്വൽ ടു സി ടു സൈൻ പി എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് പി സ്ക്വയർ ടി എന്ന് പറ്റി എഴുതിയിട്ടുള്ളത്. അപ്പം ഇക്വേഷൻ വണ്ണിൻ്റെ അകത്ത് നമ്മൾ നമ്മളെ ബൗണ്ടറി കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് ഇക്വേഷൻ 2 കണ്ടുപിടിച്ചു. ഇത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്തോട്ടെ നിങ്ങൾ. ഓക്കെ, അപ്പം ഇക്വേഷൻ 2 നമുക്ക് കിട്ടി. ഇനി നമുക്ക് എത്ര ബൗണ്ടറി കണ്ടീഷൻസ് കൂടിയുണ്ട്? നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാട്ടെ. ക്വസ്റ്റ്യൻ എന്താ പറയുന്നതാ? നമ്മളിപ്പോൾ ആകെ യൂസ് ചെയ്തത് യു ഓഫ് സീറോ ടി ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ആ ഒരു ബൗണ്ടറി കണ്ടീഷൻ മാത്രമേ ഉള്ളത്. ഇനി എന്തെല്ലാം ഉണ്ട്? യു ഓഫ് എക്സ് സീറോ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ ആയിട്ട് വരുന്ന ഈ ഒരു ബൗണ്ടറി കണ്ടീഷൻ ഉണ്ട്. അതുപോലെ തന്നെ യു ഓഫ് എൽ ടി എന്ന് പറയുന്നത് സീറോ ആകുന്ന വേറൊരു ബൗണ്ടറി കണ്ടീഷൻ കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഞാനിപ്പം സെലക്ട് ചെയ്ത ഈ ഒരു ബൗണ്ടറി കണ്ടീഷനാണ് ഞാൻ അടുത്തതായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ ഇക്വേഷൻ 2ന്റെ അകത്തേക്കാണ് യൂസ് ചെയ്യുന്നത്. എന്താ? യു ഓഫ് സോറി വെൻ എക്സ് ഇസ് ഈക്വൽ ടു 1 ആകുമ്പം യു ഓഫ് 1t എന്ന് പറയുന്നത് എന്താവുക? എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് നമ്മൾ ഇക്വേഷൻ 2ന്റെ അകത്തെ ഈ എക്സിന് പകരം നമ്മൾ 1 കൊടുക്കുക ചെയ്യുന്നത്. അപ്പം ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് യു ഓഫ് 1t ആയിട്ട് മാറും. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് നോക്കിയാട്ടെ നിങ്ങൾ, ഇവിടെയാണ് എക്സ് ഉള്ളത്. അപ്പൊ എക്സിന് പകരം ഞാൻ എന്ത് കൊടുത്തു? 1 കൊടുത്തു. അപ്പൊ എനിക്ക് എന്താ കിട്ടിയേ? സൈൻ സി ടു സൈൻ പി ഇൻറ്റു 1, പിന്നെയോ ഇ റേസ് ടു മൈനസ് പി സ്ക്വയർ ടി എന്ന് പറയുന്നത് അതിന്റെ കൂടെ തന്നെ എഴുതി കൊടുത്തു. ഈ പി ഇൻറ്റു 1 എന്ന് പറയുന്ന പി ആയിട്ട് മാറി. പിന്നെയോ സി ടു സൈൻ ഇ റേസ് ടു സി ടു സൈൻ പി ഇ റേസ് ടു മൈനസ് പി സ്ക്വയർ ടി എന്ന് പറയുന്നത് എനിക്ക് യു ഓഫ് 1t ആയിട്ട് കിട്ടി, നമ്മളെ സെക്കൻഡ് ഇക്വേഷനകത്ത് ഇൻസേർട്ട് ചെയ്ത പ്രകാരം. പക്ഷേ നമുക്ക് എന്താ ബൗണ്ടറി കണ്ടീഷൻ പ്രകാരം അതെന്താ നോക്കിയാട്ടെ നിങ്ങൾ മുകളിൽ. എന്താ ബൗണ്ടറി കണ്ടീഷൻ പ്രകാരം അതെന്താണ്? സീറോ ആണ് നമുക്കറിയാം. അപ്പം നമുക്കിപ്പോൾ കിട്ടിയ യു ഓഫ് 1t എന്ത് ചെയ്യാം? നമ്മൾ സീറോനോടങ്ങ് ഇക്വേറ്റ് ചെയ്ത് കൊടുക്കാം. സീറോനോടങ്ങ് ഇക്വേറ്റ് ചെയ്തപ്പോൾ എന്താ കിട്ടിയത് നോക്കിയാട്ടെ? ഈ ഒരു ടേം, അതായത് ഈ മൊത്തത്തിലുള്ള ടേം സീറോ ആയി പോകുന്നതെന്നാ പറയുന്നത്. അവിടെ നമുക്ക് സപ്പോസ് അവിടുത്തെ സി ടു എന്ന് പറയുന്നത് ഈ ഒരു സി ടു ആണ് എന്ത് സീറോ ആയതെങ്കിൽ എന്താ ഈ യു ഓഫ് 1t എന്ന് പറയുന്ന മൊത്തത്തിൽ അങ്ങ് സീറോ ആയി പോകും. അതായത് ഈ മൊത്തം ടേംസും സീറോ ആയി പോകും. പക്ഷെ അതിനെ കൊണ്ട് നമുക്ക് കാര്യമില്ലല്ലോ. പിന്നെയോ വേറെ എന്താ വരുന്നത്? ഈ ഇ റേസ് ടു മൈനസ് പി സ്ക്വയർ ടി, ഇതിൻ്റെ അകത്തെ ഇ റേസ് ടു മൈനസ് പി സ്ക്വയർ ടി ഇതും എന്താണ്? നോൺ സീറോ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിന്. അപ്പൊ ആകെയുള്ള ഒരു പോസിബിൾ ചാൻസ് സീറോ ആകാനുള്ള പോസിബിൾ ചാൻസ് ആർക്ക് മാത്രമേ ഉള്ളൂ? സൈൻ പിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? സൈൻ പീനെ സീറോനോട് ഇക്വേറ്റ് ചെയ്തു. ഒന്നുമില്ല, ഇവിടെ നമ്മൾ സി ടു എന്ന് പറയുന്നത് ആ സീറോ ആയിട്ട് കൊടുത്തതെങ്കിൽ നമ്മളെ ആ ഒരു യു ഓഫ് 1t അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് സീറോ ആയി പോകും. നമ്മൾ ഈ ഇക്വേഷൻ 2 കംപ്ലീറ്റ് സീറോ ആയി പോകും. ഒരു ട്രിവിയൽ സൊല്യൂഷനാണ് കിട്ടുക. പക്ഷെ അതിനെ കൊണ്ട് നമുക്ക് കാര്യമില്ല. അതുപോലെ നേരം സി ടു സീറോ ആയിട്ടില്ലെങ്കിൽ ബാക്കി ഏതാ വരിക? സൈൻ പി ഇൻറ്റു ഇ റേസ് ടു മൈനസ് പി സ്ക്വയർ ടി എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനാണ് പിന്നെ ഉള്ളത്. അതിൻ്റെ അകത്ത് തന്നെ ഇ റേസ് ടു മൈനസ് പി സ്ക്വയർ ടി എന്ന് പറയുന്ന ഈ ടേം എന്താവില്ല? സീറോ ആവില്ല. ഇതൊരു നോൺ സീറോ ടേം ആണ്. ഇനി ബാക്കിയുള്ളത് സൈൻ പി മാത്രമേ ഉള്ളത്. അപ്പൊ സൈൻ പി നമ്മൾ സീറോനോട് ഇക്വേറ്റ് ചെയ്തു. സൈൻ പികൾ എപ്പോഴാണ് സീറോ ആകുന്നത്? സൈനുകൾ സീറോയിൽ സീറോ ആണ്, പൈയിൽ സീറോ ആണ്, 2πയിൽ സീറോ ആണ്, 3πയിൽ സീറോ ആണ്, എക്സെട്ര n ബിലോങ്സ് ടു സെറ്റ് ആവുക. അതായത് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ, നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 4 എക്സെട്ര ഇൻഫിനിറ്റി വരെ. അപ്പൊ അതാവുന്ന കേസിലെല്ലാം എന്താണ്? സൈനുകൾ സീറോ ആണ്. അതായത് നമ്മൾ സൈനിന് നമ്മൾ സൈൻ പീനെ ഈക്വൽ ടു സീറോ ആകുമ്പോൾ പി എന്താവുക ചെയ്യാം? എൻ പൈകളാവുക ചെയ്ത്. അപ്പൊ നമുക്കിപ്പം സൈൻ പി ഈക്വൽ ടു സീറോ എന്ന് പറയുന്നത് സോൾവ് ചെയ്ത സമയത്ത് പിന്റെ വാല്യൂ എൻ പൈ ആണ് കിട്ടി. അത് നമ്മൾ എന്താ ചെയ്യുക? ഇനി ഇക്വേഷൻ 2ന്റെ അകത്ത് എവിടെയെല്ലാന്നോ പി കാണുന്നത് അവിടെയെല്ലാം നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഇവിടെ രണ്ട് സ്ഥലത്തുമാണ് പി ഉള്ളത്. അപ്പൊ ഈ രണ്ട് സ്ഥലത്തും നമ്മൾ പിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടിയ വാല്യൂസ് ആണ് ഇവിടെ യു ഓഫ് എക്സ് ടി എന്ന് മറ്റേ എഴുതിയിട്ടില്ലേ നോക്കിയാട്ടെ? യു ഓഫ് എക്സ് ടി ഈക്വൽ ടു സി ടു സൈൻ എൻ പൈ. ഇവിടെ ഒരു പി ഉണ്ടായിരുന്നു, അവിടെ ഞാൻ എൻ പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ ഒരു പി ഉണ്ടായിരുന്നു, അവിടെ ഞാൻ എൻ പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ നമുക്ക് എന്താ കിട്ടിയേ? സി ടു സൈൻ എൻ പൈ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എൻ
എൻ പൈ ഹോൾ സ്ക്വയർ ഇൻറ്റു ടി എന്ന് കിട്ടി. ഇതാണ് നമ്മളെ യു ഓഫ് എക്സ് ടി. ഇപ്പൊ നമ്മൾ പ്രോബ്ലം എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പം ഇത് രണ്ട് ബൗണ്ടറി കണ്ടീഷൻ യൂസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ യു ഓഫ് എക്സ് ടി ആണ് ഞാനിവിടെ ഈ സെലക്ട് ചെയ്ത് വെച്ച ഭാഗം. ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്താട്ടെ നിങ്ങൾ. നമുക്കിപ്പൊ കിട്ടിയ ആ ഒരു യു ഓഫ് എക്സ് ടി കണ്ടുപിടിക്കുന്നത് വരെ എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ അല്ലെ? അപ്പൊ അത്രയും ക്ലിയർ ആണ്. ഇനി ഞാൻ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത് എന്ന് പറയുന്നത് ഒരു C2, നോക്കിയാട്ടെ ഇവിടുത്തെ C2 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ടേം ആണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ കഴിഞ്ഞ ആ ഒരു എക്സാമ്പിൾ ചെയ്ത പോലെ തന്നെ, അവിടെ വേവ് ഇക്വേഷനിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെയുള്ള എല്ലാ പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷനും നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മളെ കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പം ഈ C2നെ ഞാൻ ജസ്റ്റ് ഒരു ബി എന്ന് പറഞ്ഞ് നോട്ടേറ്റ് ചെയ്ത്, കാരണം എനിക്ക് ആ എന്നിനെ എല്ലാം വാരി ചെയ്യിക്കണം. n is equal to 1 തൊട്ട് ഇൻഫിനിറ്റി വരെ എനിക്ക് വാരി ചെയ്തിട്ട് അതിന്റെ എല്ലാം സം എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു നൊട്ടേഷൻ C2നെ ഞാൻ ബി എന്നിന്റെ അകത്തേക്ക് നോട്ടേറ്റ് ചെയ്ത് വെച്ചു. അപ്പം നമുക്കിപ്പോ എന്താ കിട്ടിയ യു ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് ബി എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എൻ പൈ സ്ക്വയർ ടി ഇൻറ്റു സൈൻ എൻ പൈ എക്സ് എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. അവിടെ ബി എൻ എന്ന് പറയുന്നത് C2 ആണ്. ഇത് ഞാൻ ചൂസ് ചെയ്തതാണ്. ഇനി എന്താ ചെയ്യാ, ഇതാ നോക്കിയട്ടെ, ആഡിങ് ഓൾ സച്ച് സൊല്യൂഷൻ. ഇങ്ങനെയുള്ള എല്ലാ സൊല്യൂഷൻ നമ്മൾ ആഡ് ചെയ്യുക ചെയ്യുന്നത്. ആഡിന്റെ ആ ഒരു ചിഹ്നം എന്ന് പറഞ്ഞാൽ എന്താ, സമ്മേഷൻ. സമ്മേഷൻ എവിടെ നിന്ന് എവിടത്തേക്കാ വേരി ചെയ്യുന്നത്, n 1 തൊട്ട് ഇൻഫിനിറ്റി വരെ. അതായത് n is equal to 1 ആകുമ്പം 2 ആകുമ്പം 3 ആകുമ്പോൾ എക്സെട്ര എന്ന് പറഞ്ഞ എല്ലാ വാല്യൂസും നമ്മൾ ഇവിടെ കണക്കാക്കുക ചെയ്യുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്തു, മൊത്തത്തിൽ യു ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇനി നമ്മൾ യു ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞത് ഇതിങ്ങനെ കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇവിടുത്തെ ആ ബി എന്നിന്റെ വാല്യൂ എന്താന്ന് കണ്ടുപിടിക്കണം. അതിന് പകരം നമ്മൾ വേവ് ഇക്വേഷനകത്ത് എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇങ്ങനത്തെ ഒരു ബി എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഫൊറിയറിന്റെ സൈൻ സീരീസ്, അതിൻ്റെ അകത്ത് ബി എന്നിന് എന്താണോ ഇക്വേഷൻ അത് നമ്മൾ എടുത്ത് എഴുതിയിട്ട് അതിൻ്റെ അകത്ത് നമുക്കുള്ള എഫ് ഓഫ് എക്സുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് എന്താ പറയാ സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ അവിടുത്തെ ബി എൻ കണ്ടുപിടിച്ചിട്ടുണ്ടായത്. ഓർമ്മയുണ്ടാന്ന് വിചാരിക്കുന്നത്, ഇന്നലെ എടുത്ത ക്ലാസ് ആണ്. ഒന്ന് ഓർമ്മയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് നോക്കുക കേട്ടോ. അപ്പം ഇവിടെ നമ്മൾ ഇനി ഒരു കണ്ടീഷനും കൂടി നമുക്ക് ബാക്കിയുണ്ട്, നമ്മളെ ബൗണ്ടറി കണ്ടീഷൻ. അത് വെക്കുമ്പോൾ തന്നെ ഡയറക്റ്റ് ആയിട്ട് ബി എന്നിന്റെ വാല്യൂ കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ ഫൊറിയറിന്റെ സീരീസ് ഒന്നും യൂസ് ചെയ്യണ്ട. നോക്കിയാട്ടെ നിങ്ങൾ, ഏതായാലും ഒരു കണ്ടീഷൻ ബാക്കിയുള്ളത് യു ഓഫ് എക്സ് സീറോ എന്ന് പറയുന്നത് സമ്മേഷൻ 3 സൈൻ എൻ പൈ എക്സ് ആണ് എന്നില്ല ആ ഒരു കണ്ടീഷൻ. അത് നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുന്നത്, നമുക്കിപ്പൊ കിട്ടിയ ഈ ബി എൻ ഇതാ നോക്കിയാട്ടെ, ഞാൻ ഈ സെലക്ട് ചെയ്ത ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. അവിടെ അപ്ലൈ ചെയ്യുമ്പം എന്താ, ഈ ഒരു ഇക്വേഷൻ്റെ അകത്തെ ഇതാ ഈ ടിക്ക് സീറോ എന്ന് പറയുന്ന വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്താ, ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് യു ഓഫ് എക്സ് സീറോ ആയി പോവും. റൈറ്റ് സൈഡ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു ടി ഉണ്ട്, ഇതാ ഇവിടെ ഒരു ടി ഉണ്ട്. അവിടെ നമ്മൾ സീറോ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഇ റേസ് ടു സീറോ എന്ന് പറഞ്ഞിട്ട് വരും. ഇ റേസ് ടു സീറോ എന്ന് പറഞ്ഞാൽ എന്താ, 1 ആണെന്ന് നമുക്കറിയാം. അപ്പം എന്തേ ബാക്കി വരും, ഇവിടെ ഒരു ബി എൻ ഉണ്ട്, സമ്മേഷൻ ബി എൻ ഉണ്ട്, പിന്നെയോ സൈൻ എൻ പൈ എക്സ് എന്ന് പറയുന്ന ഈ ഒരു ടേമും. ഈ രണ്ട് ടേമാണ് നമുക്ക് ബാക്കി വരിക. അത് എന്ന് പറയുന്നത് നമ്മളെ ബൗണ്ടറി കണ്ടീഷൻ പ്രകാരം എന്താന്നാ പറഞ്ഞിട്ടുള്ളത്, നോക്കിയട്ടെ, സമ്മേഷൻ n is equal to 1 to infinity 3 sin n pi x ന് തുല്യമാണ്. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി, നമ്മള് ഈ രണ്ട് ഇക്വേഷനും കൂടി ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, നമുക്ക് നേരത്തെ സീറോനോടായിരുന്നു ഇക്വേറ്റ് ചെയ്യേണ്ടത്. ഇപ്പം ഇവിടെ യു ഓഫ് എക്സ് സീറോ എന്നുള്ള വാല്യൂ ബൗണ്ടറി കണ്ടീഷൻ പ്രകാരം സമ്മേഷൻ 3 സൈൻ എൻ പൈ എക്സ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് കിട്ടിയ യു ഓഫ് എക്സ് ടീൻ്റെ അകത്ത് അതിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. നിങ്ങൾ രണ്ടും ഈ ഒരു സെലക്ട് ചെയ്ത ഭാഗം ശ്രദ്ധിച്ച് നോക്കിയട്ടെ, അവിടെ എന്തെല്ലാം ഉള്ളത് നോക്കിയാ, സൈൻ സൈൻ എൻ പൈ എക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇതാ റൈറ്റ് സൈഡിലും സൈൻ എൻ പൈ എക്സ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ള ടേം എന്നാ ഉള്ളത്, 3 ഇൻറ്റു സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി. അതിന് സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 3 എഴുതി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ, അവിടെ ഒരു എന്നിന്റെ ടേംസ് ഒന്നും ഇല്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് വാരി ചെയ്യില്ല. അതുപോലെ തന്നെ ഇവിടെ നോക്കിയട്ടെ, സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ബി എൻ. അപ്പൊ ഇത് രണ്ടും നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ എന്താ കിട്ടുക, ബി എൻ എന്ന് പറയുന്നത് 3 ആയിട്ട് കിട്ടും.
ഇനി എന്തേ ചെയ്യേണ്ടത്, നമ്മൾ ഈ കിട്ടിയ ബി എന്നിന്റെ വാല്യൂ നമ്മൾ ഇതാ ഈ മുകളിലത്തെ ഇക്വേഷൻ നോക്കിയാട്ടെ, യു ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഈ ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പം എന്താ കിട്ടിയത് നോക്കിയാട്ടെ, ലാസ്റ്റ് യു ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ ടി ഇൻറ്റു സൈൻ എൻ പൈ എക്സ് എന്ന് കിട്ടി. ഇതാണ് നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്താട്ടെ. എല്ലാരും ഒന്ന് കമന്റ് ചെയ്യട്ടാ. എപ്പോഴും ചെയ്യുന്നവർ മാത്രമല്ല, എല്ലാരും ഒന്ന് കമന്റ് ചെയ്ത് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യും, അല്ലെങ്കിൽ അല്ല എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇനി നമ്മളൊരു ഡി ആലംബേർട്ട് സൊല്യൂഷൻ പഠിച്ചിട്ടുണ്ടായിട്ടില്ലേ വേവ് ഇക്വേഷൻ്റെ അകത്ത്, ഡി ആലംബേർട്ട് സൊല്യൂഷൻ. അപ്പൊ ആ ഡി ആലംബേർട്ട് സൊല്യൂഷനെ വെച്ചിട്ട് ഒരു പ്രോബ്ലം പോലും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് ഇനി അടുത്തത് ഡി ആലംബേർട്ട് സൊല്യൂഷൻ എങ്ങനെയാ ഒരു പ്രോബ്ലത്തിന്റെ അകത്ത്, ഒരു വേവ് ഇക്വേഷന്റെ പ്രോബ്ലത്തിന്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യുന്നതെന്നില്ല നോക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയാട്ടെ. ക്വസ്റ്റ്യൻ ഇതാ, എക്സാമ്പിൾ. Find the deflection of a vibrating string of unit length having fixed ends with the initial velocity 0 and the initial deflection f of x is equal to k into sin x minus sin 2x. അതായത് നമുക്കൊരു വൈബ്രേറ്റിംഗ് സ്ട്രിങ്ങിന്റെ യൂണിറ്റ് ലെങ്ത്തിലെ വൈബ്രേറ്റിംഗ് സ്ട്രിങ്ങിന്റെ ആ ഒരു ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ ഇൻറ്റു സൈൻ എക്സ് മൈനസ് സൈൻ 2x ആണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അതിന്റെ ആ ഒരു ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണെന്നും കൂടി കണ്ടുപിടിക്കണം. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അതായത് നമുക്കൊരു വൈബ്രേറ്റിംഗ് സ്ട്രിങ് ഓഫ് യൂണിറ്റ് ലെങ്ത് തന്നിട്ടുണ്ട്. അതിന്റെ ആ ഒരു ഡിഫ്ലക്ഷൻ, ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു സൈൻ എക്സ് മൈനസ് സൈൻ 2x എന്നും പിന്നെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ എങ്ങനെയാ നമ്മൾ ഡി ആലംബേർട്ട് സൊല്യൂഷൻ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയിട്ടില്ലേ? ഒന്ന് കമന്റ് ചെയ്താൽ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. നമുക്ക് സൊല്യൂഷൻ നോക്കാം. നമ്മളെ ഡി ആലംബേർട്ട് വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്തായിരുന്നു? y of xt is equal to 1/2 into f of x plus ct plus f of x minus ct. അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സ് എന്താന്ന് തന്നിട്ടുണ്ട്. നോക്കിയാട്ടെ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കെ സൈൻ എക്സ് മൈനസ് സൈൻ 2x ആണ് തന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യാ, ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണോ എന്നാണ് നോക്കുന്നത്. നോക്കിയാട്ടെ, 1/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് സി ടി പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് സി ടി. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, എഫ് ഓഫ് എക്സ് പ്ലസ് സി ടി, അതായത് എവിടെയല്ലോ എക്സ് കാണുന്നു, നമ്മൾ ആ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് എവിടെയല്ലാന്നോ എക്സ് കാണുന്നത് അതിന് പകരം എന്ത് ചെയ്യുക, എക്സ് പ്ലസ് സി ടി കൊണ്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നോക്കിയാട്ടെ, നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇവിടെയാണ് എക്സ് ഉള്ളത്. അപ്പൊ അവിടെ എക്സ് പ്ലസ് സി ടി കൊടുത്ത പോലെയാണ് നമ്മളെ ഡി ആലംബേർട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് ആ എഫ് ഓഫ് എക്സ് പ്ലസ് സി ടി ആവണമെങ്കിൽ ഈ സൈൻ എക്സിന് പകരം എക്സ് പ്ലസ് സി ടി കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ സൈൻ 2x അകത്ത് ഈ എക്സിന് പകരം എന്ത് കൊടുക്കുക, എക്സ് പ്ലസ് സി ടി കൊടുക്കുക. അതേപോലെ തന്നെ അടുത്ത കേസിൽ എന്താ, എക്സ് മൈനസ് സി ടി എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളെ ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് എക്സിന് പകരം എക്സ് മൈനസ് സി ടി കൊടുക്കുക, ഇവിടെയും എക്സ് മൈനസ് സി ടി കൊടുക്കുക, ഇവിടെയും എക്സ് മൈനസ് സി ടി കൊടുക്കുക. നോക്കിയാട്ടെ, അങ്ങനെ എടുത്ത് എഴുതി നമ്മളെ ഡി ആലംബേർട്ട് സൊല്യൂഷൻ എന്താന്ന് എഴുതി. അതാണ് y of xt equal to 1/2 into f of x plus ct plus f of x minus ct. ഇനി ആ 1/2 ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ താഴത്തേക്ക് എഴുതി. പിന്നെയോ നമ്മളെ ക്വസ്റ്റിൻ്റെ അകത്ത് ഒരു കെ ഉണ്ട്, ആ കേനെ നമ്മൾ ആദ്യം എടുത്ത് തന്നെ എഴുതി കൊടുത്തു. അതിനുശേഷം സൈൻ എക്സ് എന്നാണ് നമ്മളെ ക്വസ്റ്റിൻ്റെ അകത്തുള്ളത്. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് സി ടി ആക്കാൻ വേണ്ടിയിട്ട് സൈൻ ഓഫ് എക്സ് പ്ലസ് സി ടി എന്ന് എഴുതുക. പിന്നെയോ ഇവിടെ ഒരു മൈനസ് ആണ്, ഇതാ ഇവിടെ മൈനസ് ഇട്ട് കൊടുത്തു. പിന്നെയോ സൈൻ ഇൻറ്റു 2x പ്ലസ് സി ടി എന്ന് കൊടുക്കുക. കാരണം ഇവിടെ ക്വസ്റ്റിൻ്റെ അകത്ത് എക്സ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ എക്സ് പ്ലസ്
സി ടി എന്ന് പറഞ്ഞ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. പ്ലസ് പിന്നെയോ ഇപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് സി ടി എന്താണെന്നേ കിട്ടിയിട്ടുള്ളൂ. ഇനി അതുപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എഫ് ഓഫ് എക്സ് മൈനസ് സി ടി എന്താന്ന് കണ്ടുപിടിക്കണം. അപ്പൊ എഫ് ഓഫ് എക്സ് മൈനസ് സി ടി എന്ന് പറഞ്ഞാൽ എന്താ? കെ ഇൻറ്റു സൈൻ എക്സിന് പകരം എക്സ് മൈനസ് സി ടി കൊടുക്കുക മൈനസ് സൈൻ ഇൻറ്റു 2 ഇൻറ്റു ഇവിടെ എന്ത് ചെയ്യുക? എക്സ് മൈനസ് സി ടി കൊടുക്കുക. നമ്മൾ ആ വൈ ഓഫ് എക്സ് ടി കണ്ടുപിടിച്ചത് ക്ലിയർ ആണോ എല്ലായിരിക്കും? ഒന്ന് പറഞ്ഞട്ടെ. ഒന്നും ചെയ്തിട്ടില്ല. നമ്മളെ ക്വസ്റ്റിൻ്റെ അകത്ത് എക്സിന് പകരം എക്സ് പ്ലസ് സി ടി എന്നും എഫ് ഓഫ് എക്സ് മൈനസ് സി ടി എന്നും ഇല്ല, അവിടെ എക്സ് മൈനസ് സി ടി എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ഒന്ന് പറഞ്ഞാട്ടെ ക്ലിയർ ആണോ ഇല്ലയോന്ന്? ഒന്ന് കമന്റ് ചെയ്യടോ. ഒന്ന് നോക്ക്, നിങ്ങൾ നോക്കിയിട്ട് ക്ലിയർ ആയിനോ ഇല്ലയോ എന്ന് പറയും. ബോയ്സ് കമന്റ് ചെയ്താട്ടെ. ബോയ്സും എപ്പോഴും ചെയ്യുന്ന ഗേൾസ് മാത്രമല്ല, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും. ക്ലിയർ ആയിട്ടുണ്ട്, ക്ലിയർ ആയി തന്നെ കമന്റ് ചെയ്യും. എന്നാൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റൂ. ഒന്ന് കമന്റ് ചെയ്യടോ. 4-5 കുട്ടികൾ മാത്രമല്ലേ ഇപ്പൊ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം നമുക്കിപ്പം വൈ ഓഫ് എക്സ് ടി എന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയൊരു സാധനം കിട്ടി. ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതിൻ്റെ അകത്തെ ആ ഒരു ഇക്വേഷൻ നോക്കിയാട്ടെ നിങ്ങൾ. സൈൻ എക്സ് പ്ലസ് സി ടി, അതുപോലെ തന്നെ സൈൻ 2 ഇൻറ്റു എക്സ് പ്ലസ് സി ടി, ഇവിടെയോ സൈൻ എക്സ് മൈനസ് സി ടി, ഇവിടെയോ സൈൻ 2 ഇൻറ്റു എക്സ് മൈനസ് സി ടി. അപ്പൊ ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്ലസ് ടുവിലെല്ലാം പഠിച്ചതാണ്. സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞ എന്താ? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി അല്ലേ? അതുപോലെ തന്നെ സൈൻ എ മൈനസ് ബി എന്താ? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. അത് നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു സൈൻ എക്സ് പ്ലസ് സി ടിക്കും സൈൻ 2x പ്ലസ് സി ടിക്കും സൈൻ എക്സ് മൈനസ് സി ടിക്കും സൈൻ 2x മൈനസ് സി ടിക്കും അങ്ങ് കൊടുക്കുക. നോക്കിയാട്ടെ, ആദ്യത്തെ ടേം ഞാൻ 1/2 കോമൺ ആയതുകൊണ്ട് അതിനെ ഔട്ട് സൈഡ് ഇട്ടിട്ട് കെ പുറത്തെടുത്തു. പിന്നെയോ സൈൻ എക്സ് പ്ലസ് സി ടിനെ ഞാൻ എന്ത് ചെയ്തു? സൈൻ എ കോസ് ബി, ഇവിടുത്തെ ബി എന്ന് പറയുന്നത് സി ടി ആണ്, എ എന്ന് പറയുന്നത് എക്സ് ആണ്. പിന്നെയോ കോസ് എ സൈൻ ബി, അതായത് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. അത് എഴുതിയതിനു ശേഷം അടുത്തത് എന്താ ചിഹ്നം വരുന്നത്? നെഗറ്റീവ്. അപ്പൊ ആ നെഗറ്റീവിനെ ഞാൻ ഇവിടെ എഴുതി കൊടുത്തു. പിന്നെയോ അടുത്തത് സൈൻ 2 ഇൻറ്റു എക്സ് പ്ലസ് സി ടി. അപ്പൊ ഈ 2 ഞാൻ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? സൈൻ 2x പ്ലസ് 2 സി ടി എന്ന് വരും. അതിനെ എങ്ങനെയാ എഴുതുക? സൈൻ എ കോസ് ബി, അതായത് സൈൻ 2x ഇൻറ്റു കോസ് 2 സി ടി പ്ലസ് പിന്നെയോ കോസ് 2x ഇൻറ്റു സൈൻ 2 സി ടി എന്ന് വരും. ഒന്നുമില്ല, നമ്മൾ ആ സൈൻ എ കോസ് ബിന്റെ ആ ഒരു ടേം ഇവിടെ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിനൊന്ന് ജസ്റ്റ് ഇലോബറേറ്റ് ചെയ്ത് എഴുതുന്നതേ ഉള്ളൂ. പിന്നെന്താ? പ്ലസ്. കാരണം എന്താ? ഇതാ ഇവിടെ പ്ലസ് ആ ഉള്ളത്, ഈ ഒരു ചിഹ്നം പ്ലസ് ആണ്. അതുകൊണ്ട് നമ്മൾ അടുത്ത ടേം പ്ലസ് എഴുതി. ഇനി ബാക്കി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സൈൻ എക്സ് മൈനസ് സി ടി. സൈൻ എക്സ് മൈനസ് സി ടി എന്ന് പറഞ്ഞാൽ എന്താ? കെ ഔട്ട് സൈഡ് ഇട്ടു. പിന്നെയോ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. സൈൻ എ മൈനസ് ബി എന്ന് പറയുന്നത് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ഉള്ളത്. അപ്പൊ അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. പിന്നെയോ ഇതാ ഈ ഒരു ടേം എന്താ? നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ്, അടുത്ത നെഗറ്റീവ് അങ്ങനെ കൊടുത്തിട്ട് ബാക്കിയുള്ള ടേമായ ഈ സൈൻ 2 ഇൻറ്റു എക്സ് മൈനസ് സി ടിനെ ഞാൻ ജസ്റ്റ് ഒന്ന് എലോബറേറ്റ് ചെയ്തു നേരത്തെ പോലെ തന്നെ. അപ്പൊ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ ഇവിടെയും എനിക്ക് കിട്ടി. ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് എ ആണ്, ബി എന്ന് പറയുന്നത് സി ടി ആണ്. ഒരു കേസിൽ സി ടി വരും, മറ്റേ കേസിൽ 2 സി ടിയും വരും, 2x വരും. അപ്പൊ ഇത്രയും എഴുതിയ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണോ? ആ സൈൻ ഓഫ് എക്സ് പ്ലസ് സി ടിനെയും സൈൻ ഓഫ് 2x മൈനസ് സി ടിനെയും എല്ലാം മാറ്റി എഴുതിയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഒന്ന് പറഞ്ഞാട്ടെ നിങ്ങൾ കമന്റ് ചെയ്താ. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിൻ്റെ അകത്ത് ഈ സെലക്ട് ചെയ്ത ഭാഗത്ത് കോമൺ ആയിട്ട് ടേം വരുന്ന എല്ലാം ഞാൻ അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയി. നോക്കിയാട്ടെ, ഇവിടെ റെഡിങ് കൊണ്ട് ഞാൻ നോട്ടേറ്റ് ചെയ്തിട്ടുണ്ട് ഏതെല്ലാം ക്യാൻസൽ ആണെന്ന്. സൈൻ എക്സ് കോസ് സി ടി വരും, അതേപോലെ തന്നെ സൈൻ എക്സ് കോസ് സി ടി ഒന്ന് പോസിറ്റീവ് ആണ്,
ഒന്ന് നെഗറ്റീവാണ്. അപ്പം അത് രണ്ടും അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെയോ സൈൻ എക്സ് സൈൻ സി ടി, ഇവിടെയോ സൈൻ എക്സ് സൈൻ സി കോസ് എക്സ് സൈൻ സി ടി, അതും അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പം ബാക്കി എന്ത് ടേമേ ഉള്ളൂ? ഇവിടെ നോക്കിയാട്ടെ, ബാക്കി ഏത് ടേമാ ഉള്ളത്? അതായത് നമ്മളെ ഇതാ ഈ സൈൻ എക്സ് കോസ് സി ടിയും സൈൻ എക്സ് കോസ് സി ടിയും ഇതങ്ങ് ക്യാൻസൽ ചെയ്ത് പോയി. സോറിയേ, എവിടെയാ സൈൻ എക്സ് കോസ് സി ടി? ഞാൻ നൊട്ടേറ്റ് ചെയ്തത് മാറിപ്പോയെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഇവിടെ കോസ് എക്സ് സൈൻ സി ടിയും ഇവിടുത്തെ കോസ് എക്സ് സൈൻ സി ടിയും അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയി. അതുപോലെ തന്നെ എന്തും കൂടി ക്യാൻസൽ ചെയ്യാണ്ട് നമുക്ക് ഇത് കോസ് 2x ഇൻറ്റു സൈൻ 2ct യും അത് നെഗറ്റീവ് വരും. അതുപോലെ തന്നെ കോസ് 2x ഇൻറ്റു സൈൻ 2ct യും ഞാനിവിടെ നൊട്ടേറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്തത് മാറിയിട്ടുണ്ട്. അത് നോക്ക്, ആൻസർ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടില്ല, ഞാൻ റെഡിങ് കൊണ്ട് വരയുമ്പോൾ തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പൊ നോക്കിയാ ഇത്രയും ടേംസ് അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയ സമയത്ത് ബാക്കി നമുക്ക് എന്തേ വരും? 1/2 ഇൻറ്റു കെ ഇൻറ്റു 2 ടൈംസ് സൈൻ എക്സ് കോസ് സി ടി മൈനസ് സൈൻ 2x കോസ് 2ct. അതായത് ഇവിടെ ഒരു സൈൻ എക്സ് കോസ് സി ടി ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു സൈൻ എക്സ് കോസ് സി ടി ഉണ്ട്. അത് രണ്ടും കൂടി 2 സൈൻ എക്സ് കോസ് സി ടി ആയി. അതുപോലെ തന്നെ നോക്കിയാട്ടെ നിങ്ങൾ, എവിടെയാ വരുന്നത്? ഇവിടെ നെഗറ്റീവ് സൈൻ 2x കോസ് സി ടി ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയും നെഗറ്റീവ് സൈൻ 2x കോസ് 2t ഉണ്ട്. അത് രണ്ടും എന്താ 2 സൈൻ 2x കോസ് 2t ആവും. അപ്പം അതിൻ്റെ അകത്തെ 2നെയാണ് ഞാനിവിടെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കിയാട്ടെ, ഈ 2ഉം ഇവിടെ താഴത്തെ ഡിനോമിനേറ്ററായ ഈ 2 അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്താ വരിക? കെ ഇൻറ്റു സൈൻ എക്സ് കോസ് സി ടി മൈനസ് സൈൻ 2x കോസ് 2ct എന്ന് കിട്ടും. അതായത് നമ്മളെ y ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടി. y ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് ഇങ്ങനെയാ കിട്ടിയത്. നമുക്ക് പക്ഷെ ക്വസ്റ്റ്യനിൽ എന്താ ഉള്ളത്? നമ്മളെ ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ എന്താണെന്നാ കാണാൻ പറ്റില്ല. നോക്കിയാട്ടെ, ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് എന്നാ നമുക്ക് കാണേണ്ടത്. നമുക്കിപ്പം y ഓഫ് എക്സ് ടി എന്താന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇനീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ടീകൾ 0 ആകുമ്പോഴാണ് ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് നമ്മൾ പറയാം. അപ്പൊ നമുക്കിപ്പോ കിട്ടിയ ഈ y ഓഫ് എക്സ് ടിന്റെ അകത്ത് ടീക്ക് എന്ത് കൊടുത്തു? ഞാൻ 0 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ നോക്കിയാട്ടെ നിങ്ങൾ, ഇവിടെ ഈ കോസിന്റെ അടുത്തുള്ള ഈ ടീക്ക് 0 ആയി പോകും, അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ടീക്കും 0 അങ്ങ് ആയി പോകും. പിന്നെയോ ഈ സൈൻ എക്സ് കോസ് സി ടി എന്ന് പറയുമ്പം ഈ കോസ് 0 എന്ന് പറയുന്ന 1 ആ നമുക്കറിയാം, അതുപോലെ തന്നെ ഇവിടെയുള്ള കോസ് 0 എന്താ 1 ആണെന്നറിയാം. അപ്പൊ എന്താ ബാക്കി വരിക? ഇവിടുത്തെ ഈ സൈൻ എക്സ് വരും, ഇവിടുത്തെ ഈ സൈൻ 2x വരും, അതിനെ നടുക്ക് അതിനെ ബന്ധിപ്പിക്കാൻ ഒരു നെഗറ്റീവ് ഉണ്ടാവും, പിന്നെയോ ഈ ഒരു കെ ഉണ്ടാവും. അതാണ് ഞാൻ y ഓഫ് എക്സ് 0 എന്ന് പറയുന്നത് കെ സൈൻ എക്സ് മൈനസ് സൈൻ 2x എന്ന് എഴുതിയത്. ഇതാണ് നമ്മൾ എന്ത് എഫ് ഓഫ് എക്സ്. ഇതാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളെ ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് y ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ സൈൻ എക്സ് മൈനസ് സൈൻ 2x ആണ് നമുക്ക് കിട്ടി. ഇനി ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. എന്താ? ഇവിടുത്തെ ആ ഒരു ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണെന്നും കൂടി കാണണം. അപ്പൊ എങ്ങനെയാ കാണുക? നോക്കിയാട്ടെ, നമുക്കറിയാം നമുക്ക് കിട്ടിയ y ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെ വെച്ചിട്ടാണ് നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി കാണേണ്ടത്. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം നമ്മൾ ഈ കിട്ടിയ y ഓഫ് എക്സ് ടീനെ വിത്ത് റെസ്പെക്ട് ടു ടി വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് ടീകൾക്കെല്ലാം 0 എന്ന് പറയുന്ന വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക വേണ്ടത് അല്ലേ? അതന്നെ നമ്മൾ മുന്നേ ക്ലാസ്സിലെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഈ y ഓഫ് എക്സ് ടീനെ ആദ്യം വിത്ത് റെസ്പെക്ട് ടു ടി വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. നോക്കിയോട്ടെ, കെ എന്ന് പറയുന്നത് ഇവിടുത്തെ കെ എന്ന് പറയുന്നത് അങ്ങനെ എടുത്ത് എഴുതി കൊടുത്തു. കെ എന്ന് പറയുന്നത് ഇതവിടെ അങ്ങനെ എടുത്ത് എഴുതി കൊടുത്തു. പിന്നെയോ ഇവിടുത്തെ സൈൻ എക്സ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ടി ഇല്ല, അതുകൊണ്ട് സൈൻ എക്സ് ഞാൻ അങ്ങനെ എടുത്ത് എഴുതി കൊടുത്തു. ഇനി എന്താ ബാക്കിയുള്ളത്? കോസ് സി ടി ഉണ്ട്. ഈ കോസ് സി ടിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താ വരിക? മൈനസ് സൈൻ സി ടി ഇൻറ്റു സി വരും. അതുപോലെ തന്നെ മൈനസ് സൈൻ 2x എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്, അതങ്ങനെ താഴെ എഴുതി കൊടുത്തു. പിന്നെയോ ഇവിടുത്തെ കോസ് 2ct എന്ന് പറഞ്ഞ എന്താ? മൈനസ് സൈൻ 2ct ഇൻറ്റു 2c ആണ്. മൈനസ് സൈൻ 2ct ഇൻറ്റു 2c ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയട്ടെ, ഇവിടെ ആദ്യത്തെ ഇക്വേഷൻ പ്രകാരം ഇവിടെ നെഗറ്റീവാ വരുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കുമ്പം ഇതിന്റെ ഈ സൈനിന്റെ കൂടിയുള്ള ആ നെഗറ്റീവും കൂടി ഈ നടുക്കത്തെ ടേം എന്തായി? പോസിറ്റീവായിട്ട് മാറി. അതുകൊണ്ടാണ് മുകളിലത്തെ ഇക്വേഷൻ്റെ അകത്ത് നടുക്ക് നെഗറ്റീവും താഴത്തെ ഇക്വേഷൻ്റെ അകത്ത് നടുക്ക് പോസിറ്റീവ് ആയത്.
ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടുത്തെ ആ ടി എന്ന് പറയുന്ന ഇക്വേഷന് ഈക്വൽ ടു സീറോ കൊടുക്കാം. ടിക്ക് സീറോ കൊടുത്താൽ എന്താ സംഭവിക്കുക? ഇവിടുത്തെ ഈ ഒരു ടിക്ക് സീറോ എന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് കിട്ടിയത് നോക്കിയാട്ടെ, കെ അങ്ങനെ, സൈൻ എക്സും അങ്ങനെ തന്നെ. പിന്നെയോ സൈൻ സി ടി ഇൻറ്റു സി, അതായത് അവിടെ ഒരു ടി ഉണ്ട്, ഇത് അവിടെ ഒരു ടി ഉണ്ട്, ആ ടിക്ക് ഞാൻ സീറോ എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ സൈൻ സീറോ ഇൻറ്റു സി വരും. അതുപോലെ തന്നെ സൈൻ ടു എക്സിന് ഞാൻ താഴെ തന്നെ അങ്ങനെ എടുത്ത് എഴുതി കൊടുക്കും. നോക്കിയാ, അതിനുശേഷം സൈൻ ടു സി ടി ഇൻറ്റു ടു സി ആണ് വരുന്നത്. അതായത് ഇവിടെയും ഞാൻ എന്ത് ചെയ്തു? ടിക്ക് സീറോ എന്ന് പറയുന്ന വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പം ഇവിടെ എന്ത് കിട്ടി? സൈൻ സീറോ എന്ന് പറഞ്ഞ് കിട്ടി. നോക്കിയാട്ടെ, നമുക്ക് എന്തറിയാം? സൈൻ സീറോ സീറോ എന്നറിയാം, ഇത് സീറോ എന്നറിയാം, ഇതും എന്താണ്? സീറോ എന്നറിയാം. അപ്പൊ എന്ത് കിട്ടും? ഈ മൊത്തം ഈ ടോട്ടൽ ഈ ഒരു സമ്മ് എന്ന് പറയുന്നത് എന്തായി പോയും? അത് സീറോ ആയി പോകും. അതായത് നമ്മുടെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് സീറോ ആയിട്ട് കിട്ടി. ഇതല്ലേ നമ്മളോട് കാണാൻ പറഞ്ഞത്? നോക്കിയാട്ടെ, we get the initial velocity is zero and we also get the initial deflection is k into sin x minus sin 2x. എല്ലാവർക്കും ക്ലിയർ ആയിനോ ഈ പ്രോബ്ലം? ഒന്ന് കമന്റ് ചെയ്താട്ടെ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയല്ലേ? അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ മോഡ്യൂൾ ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പം ഇനി ശരിക്കും ഈ ഒരു മോഡ്യൂൾ പ്രകാരം, സിലബസ് പ്രകാരം എനിക്ക് 2 അവർ കൂടി ഈ മോഡ്യൂൾ എടുക്കാനുണ്ട്. അപ്പം ഞാൻ നാളത്തെ ക്ലാസ് കൂടി എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു വേവ് ഇക്വേഷന്റെ ഒരു പ്രോബ്ലം കൂടി ചെയ്തു തരാം നിങ്ങൾക്ക്. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഹോംവർക്ക് എന്ന് പറഞ്ഞിട്ട് തരാനായിട്ട് ഒന്നുമില്ല. ഞാൻ ഇന്നലെ നോക്കി, ടെക്സ്റ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഹോംവർക്ക് എന്ന് പറയും ഉണ്ട്, പക്ഷെ നിങ്ങൾക്കത് സിലബസിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്ത ആ ഒരു ടേംസുകളാണ് ഉള്ളത്. പിന്നെ നമ്മൾ ഇപ്പം ചെയ്ത ആ പ്രോബ്ലത്തിന്റെ തന്നെ പകർപ്പാ വരുന്നത്. അത് നോക്കട്ടെ, ഞാൻ അതിൻ്റെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാൻ പറ്റുമോ നോക്കാം. പ്രത്യേകിച്ച് അങ്ങനെ ഹോംവർക്ക് ആയിട്ടൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ അകത്ത് അസൈൻമെന്റ് ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും തരാനില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെ ഈ ഒരു മോഡ്യൂളിന്റെ യൂണിറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നതാണ് നിങ്ങളെ അസൈൻമെന്റിന് പകരം യൂണിറ്റ് ടെസ്റ്റ് ആണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങളെ ഇന്റേണൽ യൂണിറ്റ് ടെസ്റ്റ് വെച്ചിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞാട്ടെ നിങ്ങൾ. അറ്റൻഡൻസ് ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞ. 1 2 3 4 5 4 ഇല്ല, 4 അഖിലില്ല, 6 7 8 9 10 11 12 11 12 ഇല്ല, 4 ഇല്ല, 12 ഇല്ല അല്ലേ? 13 4 ഉണ്ട്, 4 ഉണ്ട്, 12 ഇല്ല. 12 ആരാ? ഹരികൃഷ്ണനല്ലേ 12? അവനില്ല. 14 15 16 16 17 18 19 20 21 22 23 21 ഇല്ല അല്ലേ? 22 23 24 25 26 27 ഓക്കെ 21%, 27 28 29 30 31 32 33. ഓക്കെ, അപ്പം ആരാ ഇല്ലാത്തത്? 16 കണ്ടിട്ടില്ല. 16 ഉണ്ട് അല്ലേ? എല്ലാവരും പ്രസന്റ് ആണോ? ഹരികൃഷ്ണൻ ഇല്ല അല്ലെ? ബാക്കി എല്ലാവരും പ്രസന്റ്. ഓക്കെ, ശരി, എന്നാൽ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.
ഓഡിബിൾ ആണല്ലോ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? റിപ്ലൈ തരണേ. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. മീര മിസ്, ഓക്കെ. ഹലോ മീര മിസ്, അതിനെ വെച്ച് പറഞ്ഞു. ഈ റെക്കോർഡ് ഒന്ന് ഓഫ് ചെയ്യോ? ഇവിടെ നെറ്റിന്റെ കംപ്ലൈന്റ് ആയതുകൊണ്ട് കിട്ടുന്നില്ല, സൈറ്റ് കേറാൻ ഓക്കെ. പറ്റുന്നില്ല. ഒന്ന് റെക്കോർഡ് ഒന്ന് ഓഫ് ചെയ്തേ. ഓക്കെ. ഓക്കെ, ശരി.